ദൈവത്തിന് ഈ ഭൂമിയിൽ നിവർത്തിക്കുവാനുണ്ടായിരുന്ന ശുശ്രൂഷ യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ ദൈവം നിവർത്തിച്ചു. നാളുകളായി മാനവകുലത്തെ അടക്കി വാണിരുന്ന പാപത്തെയും മരണത്തെയും തൻ്റെ മരണത്തിലൂടെ യേശു കർത്താവ് കീഴടക്കി. എന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശുക്രിസ്തു ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചു. 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. സകലത് നിവൃത്തിയായി എന്ന ക്രൂശിൽ കിടന്ന് പറഞ്ഞു. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യ കാഴ്ചയാക്കി. വെറും 3.5 വർഷം കൊണ്ട് അത് അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. എന്നാൽ നീണ്ട 30 വർഷക്കാലം യേശു കർത്താവ് വെയിറ്റ് ചെയ്തു, കീഴടങ്ങിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ വ്യക്തമായ സമയമുണ്ട്. ഒരു പക്ഷേ ഒരു ചെറിയ പീരീഡ് മാത്രമായിരിക്കാം ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനുള്ളത്. അത് മതി. അതുകൊണ്ട് ചെയ്തെടുക്കാനുള്ളതെല്ലാം ദൈവം ചെയ്തെടുക്കും. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും സ്വാധീനിക്കുവാൻ, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ളത് കരുതാൻ ഈ ഷോർട്ട് പീരീഡ് കൊണ്ട് ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയങ്ങളും ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ നിരാശപ്പെടരുത്. വേണ്ടതുപോലെ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടതുപോലെ പ്രയോജനപ്പെടാൻ കഴിയുന്നില്ലല്ലോ. നിരാശ പിശാചിൻ്റെ ഒരു വിധയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഒരു നാളും നിരാശപ്പെടുത്തുകയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന വചനം നിങ്ങൾക്ക് നിരാശയാണോ അതോ പ്രത്യാശയാണോ നൽകുന്നത്? തിരുവെഴുത്തുകൾ നമ്മെ ബലപ്പെടുത്തുകയാണ്, നമ്മെ ജീവിപ്പിക്കുകയാണ്. തിരുവെഴുത്തുകളിൽ ഒന്നുപോലും നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. യേശു ശക്തിയുടെ ഉറവിടമാണ്, ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്, ജീവൻ്റെ ഉറവിടമാണ്, സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. അവനൊരു നാൾ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. യോസേഫിനോട് ദൈവം പറഞ്ഞ ദൈവിക ആലോചന നിവർത്തിക്കാൻ ദൈവം കുറിച്ചു വെച്ചൊരു സമയമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അവനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തെടുത്തു. നോഹയോട് ദൈവം പെട്ടകമുണ്ടാക്കാൻ പറഞ്ഞു. പെട്ടകത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ആ പെട്ടകത്തെ ആ ഗ്രാമത്തിൽ നിന്ന്, ആ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് അരാരാത്ത് പർവ്വതത്തിൽ കൊണ്ട് ഉറപ്പിക്കാൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് മഴ പെയ്യിക്കാൻ ദൈവത്തിന് വ്യക്തമായ സമയമുണ്ടായിരുന്നു. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വ്യക്തമായ സമയമുണ്ട്. നിരാശപ്പെട്ടു പോകരുതേ, തളർന്നു പോകരുതേ. ഇന്ന് പകൽക്കാലം അല്പ നിമിഷങ്ങൾ മാത്രമായിട്ടുള്ള വളരെ ചുരുങ്ങിയ ഒരു കാലയളവിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടാനിരിക്കുന്നത്. അതെ, അത് മതി. അതുകൊണ്ട്
ദൈവത്തിന് വലിയത് ചെയ്യാൻ, നിർണയിച്ചിരിക്കുന്നത് മുഴുവൻ ചെയ്യാൻ കഴിയുമെന്നറിഞ്ഞ് ഇന്ന് പകൽ പ്രത്യാശയോടെ ദൈവത്തിനായി കാത്തിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.